ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോക്ക് ഇൻട്രോ ഇല്ല, അതിനുള്ള ശേഷി ഞങ്ങൾക്കും ഇല്ല. കാരണം ഇന്നലെ ഞങ്ങൾ വെളുപ്പിനെ 5 മണിക്കാണ് ഉറങ്ങിയത്. ഇപ്പൊ സമയം 10 മണി. പിന്നെ അല്ലേ, പിന്നെ അത് മാത്രല്ലടാ, ഇന്നലെ ഞങ്ങള് പിന്നെ ഈ കാണുന്ന ഒരു പെട്രോൾ പമ്പിന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും അതായത് ഇന്നലെ ഈ ഒരു പെട്രോൾ പമ്പിന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് ഹീറ്റിങ്. അതായത് ഇന്നലെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഹീറ്റിങ് കൂടി, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ലിബിൻ ഇപ്പൊ രാവിലെ 10 മണി ആ കാണുന്ന കടയിൽ പോയി ലിബിൻ ചോദിച്ചു, അതായത് മാറ്റി തരാമെന്ന്. അപ്പൊ ആദ്യം പറഞ്ഞു നിങ്ങൾ പോയി സാധനം മേടിക്കാൻ പറഞ്ഞു. നമ്മൾ ഓട്ടോയുടെ പൈസ ചേട്ടാ ഈ വണ്ടി വെച്ച് കേരളം വരെ പോകണ്ട എന്ത് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ഇപ്പൊ ഒരു കരച്ചില് ഞാൻ എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങോട്ട് എടുക്കട്ടെ. ഒരു രക്ഷയില്ല, നേരെ കളിച്ചില്ല. ആകെ എന്തൊക്കെ അസ്വസ്ഥതയാണ്. ഇന്നലെ ഉറങ്ങാൻ പറ്റാത്ത ക്ഷീണമുണ്ട്. ആ ഫ്ലോയ്ക്ക് അങ്ങ് പോകുമായിരുന്നല്ലോ. അത് കർണാടക. ഞാൻ ഫൈനലി ഒന്ന് വണ്ടി ആദ്യം സ്റ്റാർട്ട് ആക്കട്ടെ. പാവൂലവനെ ഇന്നലെ ഉണ്ടായത് നമ്മൾ അടിച്ചു കളഞ്ഞു. ഡൈനാമോ പോയി കഴിഞ്ഞാൽ ബാലത്തേക്ക് ചാർജ് കയറൂല. നാണം കിട്ടും. ബൈക്കിന്റെ അവിടെ ഇല്ല കേട്ടോ, അത് ഇലക്ട്രിക് വർക്ക്ഷോപ്പാ. ഇലക്ട്രിക് വർക്ക്ഷോപ്പാ? അവൻ എന്നാ പറയുന്നത്? അവൻ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, മേടിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ പറയണേ, ഞാൻ മാറിപ്പോയാ ഇവിടുന്ന് അവിടം വരെ കിട്ടിയാൽ കിട്ടും. അത് ചൂടാവും. കാരണം ഇത് സെൻസർ ഇലക്ട്രിക്കൽ പാർട്ട് കൂടുതലുള്ള വണ്ടിയായി BS4. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ മെഷീൻ. BS3 ആണ് ഒരു കൊല്ലയില്ല. BS3 ആണെങ്കിൽ നമുക്ക് 120 വീട് സ്പീഡ് പോകും. 10 കിലോമീറ്റർ നിൽക്കുന്നില്ല. ഇല്ല, അപ്പൊ കരിങ്കല്ല് പോലെ ബ്രേക്ക് ഇരിക്കുന്നത്. ഇത് ഫസ്റ്റ് വൃത്തിക്കൊണ്ട് ഏതെങ്കിലും എടുത്ത കട്ട വെച്ചാൽ നമ്മൾ ഓമ്പി. അവനും ഓമ്പി, ഞങ്ങളും ഓമ്പി. ശരിക്കും ഓമ്പുവാന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാം, ഭയങ്കര തിരക്കുള്ള സ്ഥലം കൂടിയാ. കിട്ടൂല. അവന് നേരത്തെ ഞാൻ ചോദിച്ചു അവിടെ വന്ന് പണിത് തരുമെന്ന്. തൊട്ടിപ്പുറം വന്ന് പണിത് തരുമെന്ന്. അത് പറ്റൂല അവർക്ക്. അവരുടെ ഗാരേജിൽ തന്നെ പണിയണമെന്നാ പറഞ്ഞത്. ഞാൻ ആലോചിക്കുന്നതല്ല, ഇന്നലെ വലിയ ഹൈവേയിലും വെച്ചിങ്ങനെ പോയായിരുന്നു നമ്മൾ. എന്നെ സത്യം അറിയായിരുന്നു കേട്ടോ സാധനം പൊട്ടൂന്നുള്ളു. പക്ഷെ ഇതുവരെ കിട്ടുമെന്നാ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ഇന്ത്യൻ റോഡിൽ സൗണ്ട് ഉണ്ടോടാ, വ്യത്യാസം ഉണ്ടെന്ന്. വേറെ കാര്യമുണ്ട്, ഇന്നലെ കേറിയിട്ട് ആ ചുരത്തിലിങ്ങാനും എന്ത് ചെയ്താനെ. നമ്മൾ അനുഭവിക്കുന്നത് ഇവിടുന്ന് ബ്രേക്ക് ഒന്നും ചവിട്ടാനൊന്നുമില്ല. ഞാൻ ഒറ്റ തിരിഞ്ഞിരിക്കുവാണ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുക. അതാ വെച്ച് വന്നു പിടുത്തം വിട്ട് പോവുക. അതിന്റെ ഇടയ്ക്കാണ് അങ്ങനെ വെച്ചിട്ട് അവര് പോകുന്നത്. മണം വ്യത്യാസമുണ്ടല്ലോ വണ്ടിക്കകത്ത്. ഉണ്ടോ? എഞ്ചിൻ പോയോ? കാണുന്ന ഏതാടാ? ഇതിന്റെ അപ്പുറത്തെ അല്ലേ? അതുകൊണ്ട് അവന്റെ വർക്ക്ഷോപ്പിലേക്ക് ഗേറ്റ് നിർത്തേണ്ടി വരുമോ? അതിന് സഫാരി നോക്കൂ. വെളുപ്പും വെള്ളിയാഴ്ചയില്ല കേട്ടോ. വെളുപ്പും എങ്ങോട്ടാ കേട്ടേ? എങ്ങോട്ടില്ലെങ്കിൽ കേട്ടിക്കോ. ഏതാ വർക്ക്ഷോപ്പ് എന്ന് പറയണം? വർക്ക്ഷോപ്പ് അത് അത് ഏത് അത് ആ വർക്ക്ഷോപ്പ് SK. ഇല്ല, ഇതാണോ? ഇതാ ഇത് അങ്ങോട്ടോ എങ്ങോട്ടോ ഒക്കെ വെക്കാനാ പറഞ്ഞത്. ഫ്രണ്ട് ഇതറേനാ? ഓ, ഫ്രണ്ടൊക്കെ ഇനിയിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. അത് പിന്നെ അങ്ങനെയാണല്ലോ, കഷ്ടകാലം വരുമ്പോഴാണ് എല്ലാരും ഒരേപോലെ പറയുക. നമുക്ക് വണ്ടി തിരിച്ചു വെക്കാട്ടോ, എല്ലാ വേറെ മാർഗമൊന്നുമില്ല. ഇത് ബെൽറ്റ് പോകുന്ന ഏരിയയാണ്. അതെ, പോയി കറക്റ്റ് സ്ഥലമുള്ള വണ്ടി പിടിച്ച് റിവേഴ്സ് വെക്കുക. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ. എന്തായാലും ആട്ടെ, വരുന്നിടത്ത് വെച്ചാണ്. ഫ്രണ്ടാ? ഇവൻ എന്നെ പറയുന്നത് അങ്ങോട്ട് വെക്കണം ഇപ്പൊ. ഓ ആയിക്കോട്ടെ. ഇവൻ തലേ കൈ വെക്കോട്ടെ. ഫൈനലി ഞാൻ വണ്ടി ഓഫാക്കി കേട്ടോ. ഇങ്ങനെ നിൽക്കുകയുള്ളൂ, ബ്രേക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോ അടിയിൽ കൂടെ കയറണമെന്ന് അവനോട് പറയടാ. ഇതിലേ കിട്ടും. എന്തായാലും ആട്ടെ. പിന്നെ എവിടെയാ പൊക്കുന്ന? തല്ലി പൊളിക്കോ വണ്ടി? എന്നൊക്കെയാണ് കാണിക്കണേ. പറഞ്ഞ കേക്കൂല. ആണോ? എന്റെ അടിയിൽ നിന്നാന്ന് പറയടാ. നീച്ചേ എന്നാ പറഞ്ഞേ? ഒന്നും പിന്നെ നിൽക്കണ്ട. ഈ കാണുന്ന കേട്ടോ വർക്ക്ഷോപ്പ്. ഇതിൻ്റെ അടിയിൽ കയറിയാണ് മാറ്റേണ്ടത്. രണ്ടും മാറ്റിക്കോളാൻ പറ കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ഇതാണ്
ബെൽറ്റിൻ്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബെൽറ്റ് മാറേണ്ട കേട്ടോ. പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ടാറ്റ സഫാരി EX ഡൈക്കോർ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സെയിം മോഡൽ. ഫ്രണ്ടിൽ ക്ലോക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഫുൾ ഓപ്ഷൻ അല്ല. ആഹാ കിടിലം വണ്ടി. വീലൊക്കെ നോക്കി. ഇതിൻ്റെ ഈ ഗ്രില്ലും ഹെഡ് ലാമ്പും തരുവാവോ? എൻ്റെ വണ്ടിക്ക് കൊണ്ട് വെക്കായിരുന്നു. ഓഹ് പെട്ട ലുക്കല്ലേ ഫ്രണ്ട്. ആഹാ ഇതെന്ത് പറ്റിയതാ? എന്തൊക്കെയാണ് വണ്ടി ചെയ്യേണ്ടതെന്നുള്ള ലിവിൻ പറയാം കേട്ടോ. ദോ ബെൽറ്റ് തന്നെ, ദോ ബെൽറ്റ് ചേഞ്ച് കറോ. ഗൈസ് നോക്കി, ഈ കടയിലെ പുള്ളിക്കാരനെ തള്ളി തള്ളി ഒരു വഴിയാക്കിട്ടെ. എന്നാ ഈ കാണുന്ന വണ്ടി കൊടുക്കാനുള്ളതെന്ന് കേട്ടോ പറഞ്ഞേ. പക്ഷെ അതിന്റെ വില എത്ര പറഞ്ഞേ? ആണോ? ഓഹോ ഈ ഗൈസ് ഈ കണ്ടി കൊടുക്കാനുള്ള. ഞങ്ങൾ എന്തായാലും പുള്ളി ബെൽറ്റ് മേടിക്കാൻ വേണ്ടി പോയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഞങ്ങൾക്ക്. ബെൽറ്റിന് ഒരു കുഴപ്പമില്ലാത്ത ബെൽറ്റ്, അതിന്റെ ഒരു സൈഡ് മാത്രം. അപ്പൊ ഒരു സൈഡ് പുള്ളിയാണ് പ്രശ്നം, ആ സൈഡാണ് ഓവറായിട്ട് തിരിയുമ്പോൾ പ്രശ്നം വരുന്നത് അല്ലേ? ഗൈസ് നോക്കുക, എന്തായാലും വരട്ടെ കേട്ടോ. വന്നിട്ട് ഇത് മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ കാണുന്ന തിരക്കിന്റെ അകത്തോടെ വേണം ഇനി ഓടിക്കാൻ കേട്ടോ. മഹാരാഷ്ട്ര കലണ്ടർ, മഹാരാഷ്ട്ര ലാംഗ്വേജിലുള്ള കലണ്ടർ കേട്ടോ കാണുന്നത്. വേറെ ലെറ്ററും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഇത് സാധാരണ ഇത് ഇവിടുത്തെ അല്ലേ? നെപ്പോളിയൻ ചെറുക്കൻ്റെ ബ്രേക്ക് ഉണ്ടല്ലോ, ആ ബ്രേക്ക് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴൂലായിരുന്നു കേട്ടോ. അത് സാധാരണ വണ്ടി ഓഫ് ആകുമ്പോൾ എങ്ങനെയാണ് അതേപോലെ ഞാൻ അമർത്തിക്കടാ. ബ്രേക്ക് അമരുന്നുണ്ടോ നോക്കി. വേറെല്ലാം കൊണ്ടല്ല, കൈ കൊണ്ട്. പ്രശ്നം വിഷയം. അതിനല്ലെന്നേ, അത് ഇലക്ട്രിക്കൽ വരാൻ ശരിയാവും. മേടിക്കാൻ പോകാൻ എന്ത് ചില സ്ഥലങ്ങളിലൊക്കെ തുരുമ്പ് വരും. എനിക്ക് തോന്നുന്നത് ഇത് കടലിൽ കൂടെ സഞ്ചരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണോ എന്ന് എനിക്കറിയാം. വണ്ടി ഒന്നും നോക്കണ്ട, അടിയിൽ പോയിട്ട് പെയിന്റ് അടിച്ചു ചെയ്യണം. വെൽ സെറ്റപ്പായിട്ട് ഷർട്ടും പാൻറ്റും ഷൂവൊക്കെ ഇട്ട് നടന്ന് ഞങ്ങളാട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? ഫൈനലി പുള്ളിക്കാരൻ ബൈക്കിന് പോയി തിരിച്ചു വന്നു. നമ്മുടെ വണ്ടിയുടെ ബെൽറ്റും കാര്യങ്ങളും മാറ്റാൻ വേണ്ടി പോവാം കേട്ടോ. അതിനുള്ള ടൂളും കാര്യങ്ങളൊക്കെ പുള്ളി ഇവിടെ എടുത്തു വെച്ചു. പുള്ളി ടൂൾസ് എടുക്കാൻ വേണ്ടി പോകണം. ബെൽറ്റ് കൊണ്ടുവന്നു കേട്ടോ. ഒരു ബെൽറ്റ് കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു, രണ്ടെണ്ണം മാറുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ AC ആ പുള്ളിയുടെ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് മാറിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് ഉള്ളിൽ നൂരണമെന്നേ, അല്ല മേളിൽ നൂരിൽ നടക്കൂല. എടാ മേളിൽ നിന്ന് പറ്റൂലെന്ന് പറയടാ. അവനോട് പറയടാ, മേളിൽ നിന്ന് പറ്റൂല. അവൻ 2 മണിക്കൂർ പണിയെടുത്തോട്ടെ. അവനോട് പറഞ്ഞാൽ കേൾക്കൂലെന്ന്. അവനോട് പറഞ്ഞാൽ കേൾക്കൂല. എന്നെ മുതലാളി തന്നെ അവനോട് ലാസ്റ്റ് തല കൈ വിട്ടിട്ടാ നീ ഒന്ന് പോടാന്ന് പറഞ്ഞേ. ആണോ? നോക്കാം, അതിന്റെ അടിയിൽ കയറി മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അവൻ എന്നെ കാണിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പൊട്ടിക്കുവോ? നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് ഒരിക്കലും മേളിൽ നിന്ന് മാറാൻ പറ്റില്ല, താഴേന്ന് മാറാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം പുള്ളിക്കാരൻ ഇപ്പം മനസ്സിലായി. പുള്ളി താഴെ ശരിയാവുള്ളൂ. പുള്ളിയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എല്ലാം പുള്ളിക്കാരൻ അറിയാം. പുള്ളിക്കാരൻ താഴെ നാക്കുന്നുണ്ടല്ലേ, ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇനിയിപ്പോൾ താഴെ പുള്ളി മാറ്റിട്ട് കേട്ടോ. ഇന്നലെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ മൂവ്മെന്റിന് ഒരു 100-400 കിലോമീറ്റർ കൂടെ ഓടിപ്പിടിക്കാൻ. ഇന്ന് നമ്മൾ രാവിലെ ഇരുന്ന് ഓടിച്ചാനേ, ആ മൂടി ഇരുന്ന് ഓടിക്കണം. എന്നാ മൂഡ് പോയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ അല്ലേ? പുള്ളി എന്നൊക്കെ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി എതിരെ പറയുള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ മുതലാളിയുടെ മുഖം ഇരിക്കുന്ന നോക്കി. നീ രാവിലെ തന്നെ അവരെ തമ്മിൽ അടിയായിരുന്നേ രാവിലെ. ആണോ? നീ പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അയാളോട് പറഞ്ഞു നിങ്ങൾ പോയി മേടിച്ചിട്ട് വരാം. ഞാൻ ഷോർട്ടാക്കി മേടിച്ചിട്ട് വരാന്ന് ചോദിച്ചു. അതിന്റെ തെറിയും പറഞ്ഞു പോയതാ. ഇതാണ് നമ്മുടെ ബെൽറ്റിന്റെ അവസ്ഥ കേട്ടോ. ഇതുണ്ടോ ഇന്നലെ രാത്രി കാണിച്ച ആ സെയിം സംഭവം ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ട്. ഇതുണ്ടോ ഇതൊക്കെ തീരുമാനമായി. എവനെ പുള്ളിയുടെ ഏതോ ഒരു സൈഡാണ് തേഞ്ഞ് തീർന്നാക്കുന്നത്. അതാണ് ഓരോ സൈഡായിട്ട് പോകുന്നത്. അതുണ്ടോ മൊത്തത്തിൽ പോയായിരുന്നു, ഇത് മൊത്തത്തിൽ തേഞ്ഞ് വീടായിരുന്നു. കണ്ടോ കട്ടായി പോവാ. കരകര സൗണ്ട് ഒക്കെ അതിന്റെ ആയിരിക്കും. എവനെ ആ ബസ്സിന്റെ പുള്ളി ഒന്ന് നോക്കണം. നീ 1000 കിലോമീറ്റർ നോക്കണ്ട. 1000 അല്ല 2500 കിലോമീറ്റർ. ഇത് പറ്റി ഇതല്ലേ കയറ്. ഞങ്ങൾ ഇവിടെ രണ്ടുപേരും കസാര ഇരിക്കട്ടോ. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പുള്ളി എന്തെങ്കിലും മാറ്റിക്കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളല്ലേടാ. അവരൊരു ഫ്ലോ പോവും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓ ഗൈസ് എത്ര മണിക്കൂറായെന്നറിയാം ഇപ്പം ബെൽറ്റ് മാറാൻ വേണ്ടി കയറിയിട്ട്. പറഞ്ഞു കൊടുക്കുന്നതും പുള്ളി കേൾക്കൂല കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാനും പറ്റൂല. കുറേ സമയം നമ്മളെ പോയി. ലിബിനത് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ഇത്ര നേരം അവിടെ ആയിരുന്നു കേട്ടോ. എന്തായാലും മാറ്റി തന്നിട്ട് അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം സ്റ്റെപ്പിനി സംഭവം വെച്ച് സൈഡ് പൊക്കി പുള്ളി മാറ്റാനുള്ള ശ്രമത്തിലാട്ടോ. ഓ ഗായ്സ് ഞങ്ങളുടെ സഹോദരൻ പറയുന്ന റെഡി ആയെന്നാ പറയുന്നത്. 2 മണിക്കൂർ എടുത്തു ഒരു ബെൽറ്റ് വാങ്ങറ്റാം. ഒരു അരമണിക്കൂറിന്റെ കേസുള്ളൂ. എവിടെ ആണോ? ഇത് ഇറക്കൂന്നാ തോന്നുന്നത്. 2 മണിക്കൂർ പണിയെടുത്തു പുള്ളിക്കാരൻ്റെ അകത്ത്. എവിടെ താത്തിയിട്ട് കയറ്റിയാൽ മതി. താത്തിയിട്ട് കയറിയാൽ മതി. അല്ല അതിനും കൂടെ നീ പൈസ കൊടുക്കേണ്ടി വരും. ആ ബ്രേക്കിന് എന്നാ പറ്റിയേ? ഹൗ ടു മേക്ക് ബ്രേക്ക് കേറണ്ടേ അവനെ താത്തട്ടെ.
വണ്ടി മുന്നോട്ട് പോവുക, ബേക്കാച്ചിലാ, സ്റ്റാർട്ട് ആകണ്ട. അതായത് ഇത്ര നേരമായിട്ട് ഡൈനാമോ ചാർജ് ആയിട്ടില്ല കേട്ടോ. വണ്ടി നിലത്തിറക്കി ഇനി സ്റ്റാർട്ട് ആയിരിക്കും. ഓക്കെ, എൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ടോ, പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കാൻ. ഗൈസ് ഒറ്റയടിക്ക് സ്റ്റാർട്ടായി കേട്ടോ. ആയാ ഓക്കെ അല്ലേ? ഞാൻ കൊണ്ട് പൈസ കൊടുത്തിട്ട് തരാവേ. ഓക്കെ, താങ്ക് യു. കൈ മുറിഞ്ഞാ? ട്രാവലറിന്റെ അങ്ങനെയാണ്, അറിയാവുന്നവരെ മാറ്റി ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടൂല, പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഡൈനാമോ വർക്ക് ആവൂല, കറണ്ട് കേറൂല, വണ്ടി സ്റ്റാർട്ടിങ് നിൽക്കൂല. ഇപ്പൊ തണുപ്പും ഇല്ല, കോപ്പും ഇല്ല. ഇപ്പൊ ഇല്ലായില്ലേ? നീ പോയി പൈസ കൊടുത്തിട്ട് എത്രയാണെന്നുള്ളത് അന്വേഷിച്ചിട്ടോ കേട്ടോ. എത്ര ആയിരിക്കൂടാ? ബേക്കിംഗ് ചാർജ് എത്രയാണെന്ന് അറിയത്തില്ലോ. പോയ വണ്ടിക്കൂലി പോയിട്ടോ. ഗൈസ് നോക്കൂ, ലിബിയ ബെൽറ്റ് വേണ്ട, നമുക്ക് ആ സമയം കൊണ്ട് വണ്ടി ഇവിടുന്ന് ഇറക്കണം കേട്ടോ. ബ്രേക്ക് കറക്റ്റായി, ബ്രേക്ക് ലോഡായിട്ട് തോടാം. പുള്ളിനോട് വണ്ടി ഇറക്കാൻ പറഞ്ഞു കേട്ടോ. ഇതിന് ഹാൻഡ് ബ്രേക്കും തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ലോഡായി. ബ്രേക്കിൻ്റെ പ്രശ്നമേ അത് ഈ ബെൽറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. ഇപ്പം ബ്രേക്ക് കറക്റ്റായി, ഇതേ പവർഫുൾ ബ്രേക്കായി. അപ്പം എന്തിൻ്റെ ആയിരുന്നു? ഇതിൻ്റെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2000 കിലോമീറ്റർ കിട്ടും നമുക്ക് ഈ കാണുന്ന ബെൽറ്റ് കേട്ടോ. വലിയ പൈസ ആയില്ല കേട്ടോ, വലിയ പൈസ ആയില്ല കേട്ടോ. പിന്നെ 350 രൂപ. പല ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, എല്ലാം നമ്മൾ ആ ഗ്യാപ്പിനെ അങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞായിരുന്നു. ആണോ? കയറ്റി വെച്ചോ? ഓർമ്മ. ലൊക്കേഷൻ ഇട്ടോ കേട്ടോ. എത്ര കട മൊത്തം പറഞ്ഞേ? 1000 രൂപ. വലിയ കുഴപ്പമില്ലല്ലേ? ഇല്ല, വലിയ കുഴപ്പമില്ല. ലേബർ ചാർജ് എല്ലാം കൂടെ കുഴപ്പമില്ല. പുള്ളിക്കാരൻ നന്നായി കഷ്ടപ്പെട്ടു കേട്ടോ. അതാ പറയുന്നത്. ഞാൻ മര്യാദയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാം. നീ എന്നോട് പറഞ്ഞു എനിക്കറിയാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, കാരണം അതൊരു ട്രിക്കുണ്ട്. പിന്നെ ആ ട്രിക്കിൽ കൂടെ അത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഓ ഗായ്സ്, നമുക്ക് കർണാടക ബോർഡറിനായിട്ട് ഏകദേശം ഒരു 500 കിലോമീറ്റർ ഇനി ഉണ്ടല്ലേ ഇവനെ? എത്ര? 420 കിലോമീറ്റർ, 12 മണിക്കൂറാണ് പറയുന്നത്. ഉമ്മാരാണ് ഇപ്പം വിളിച്ചിപ്പോ അടിച്ച് ഇരുപതും. അതാണ് കുഴപ്പം. ഓരോ സെക്കൻഡിൽ 5 വണ്ടി 6 വണ്ടി നൈറ്റ് സർവീസ് പോകുന്നത്. എന്ത് പറയാനാ, നമ്മള് നടന്നു. ഞങ്ങൾ എക്സ്പ്രസ് റോഡിൽ കൂടെയാ പോകുന്നത്. ഞങ്ങൾ എക്സ്പ്രസ് ആയതുകൊണ്ട് ഇവിടെ മൊത്തം മറ്റേ പോലീസുകാർ പിടിക്കുന്ന നോക്കിയേ, വണ്ടിക്കാര് ട്രാഫിക് പോലീസുകാര്. ഇന്ന് അടിപൊളി ആവൂല ഇവനെ, അടിപൊളി കാണും. നമുക്ക് എത്ര റോഡ് കഴിഞ്ഞിട്ടല്ല ഹൈവേ കിട്ടുക? ഹൈവേ എത്ര സമയം കഴിഞ്ഞ് കിട്ടുക? ഏതിൽ നമ്മള് കേറണ്ടേ? മേളിൽ കയറണം നമുക്ക്? അല്ല, അത് ഹൈവേ അല്ലല്ലോ, 1 റോഡാണല്ലോ. നമുക്ക് നടുക്ക് പിടിക്കാം. അവന്മാരെടുത്തോട്ട് എന്തിനാ നീ കൊണ്ടുപോകുന്നേ? നടുക്ക് പിടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പുറം ഇപ്പുറം നടുക്ക് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. മെഷീനും കൊണ്ട് അതിനെ നിക്കുന്നേ. ഇനി നമുക്ക് അങ്ങോട്ടും അല്ലാതെ കൂടുള്ളൂ. പിന്നെ മഹാരാഷ്ട്ര അങ്ങനെയാണ്. രാവിലെ തന്നെ നല്ല ബ്ലോക്കിനകത്ത് പെട്ടല്ലേ നീ കണ്ടാ? നീ എവിടെ കണ്ടേ? ഓ, ഇതുണ്ടോ? ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്ന കാറിനാണ് ഇട്ട് കൊടുത്തേ. സിഗ്നല് വെട്ടിക്കുന്ന വണ്ടീനെയാണ് പ്രധാനമായിട്ട് പിടിക്കുന്നത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറം വണ്ടീനെ പിടിക്കും. ആ ഒരു സൗണ്ട് ഇല്ലല്ലോ. അതിപ്പോ ഇച്ചിരി കൂടെ നേരത്തെ ഇവനെ ഇച്ചയും കൂടെ തേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഓടുമ്പോൾ വീണ്ടും സൗണ്ട് ആയിക്കോളും. പുള്ളി എല്ലാം മാറുന്നത്. ഇതിന് കുറേ പണിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ വണ്ടി നല്ല കൊണ്ടുപോകില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആക്കണം. പിന്നെ ഉള്ളിലെ ഡോറുകൾ പോയി ഇതെല്ലാം മാറ്റി വേറെ എന്താ പറയുക സ്ട്രോങ് സെറ്റപ്പ് ആക്കിയിട്ടാണ്. കാരണം ഇതെല്ലാം ഈ എന്താ പറയുക ഈ ഇഞ്ചസും പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചാണ് പല സാധനം ചെയ്താക്കുന്നത്. ഹാർഡ് വെക്കണം, ഉപയോഗിക്കാൻ ഇച്ചിരി പാട് കൊടുക്കുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല, പൊളിഞ്ഞു പോകാൻ. അങ്ങനത്തെ സാധനങ്ങൾ വെക്കണം, എല്ലാം നമ്മൾ ശരിക്കും പാടുപെടും. പിന്നെ അതുപോലെ ഇതിന്റെ ഇലക്ട്രിക്കൽ പാർട്ടൊക്കെ കുറച്ച് റെഡിയാക്കി. പിന്നെ നമ്മളെ വയറിംഗിന്റെ ബേക്കിലെ ഒരു പാർട്ട് മാറ്റിയില്ലായിരുന്നു. ആ 3 പാർട്ടായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 2 പാർട്ട് പുതിയത് മേടിച്ചു. ഒരെണ്ണം നമ്മള് പിന്നെ അഖില് മറ്റേ അന്ന് പിന്നെ ടേപ്പൊക്കെ വെച്ചാൽ കഷ്ടപ്പെട്ട് റെഡിയാക്കി തന്നാണ്. പക്ഷെ അതും കൂടെ ഈ പ്രാവശ്യം മാറ്റിയേക്കാം, റിസ്ക് എടുക്കണ്ട.
പിന്നെ അതേപോലെ ABS-ന്റെ സാധനം അന്ന് നമുക്ക് കിട്ടിയില്ല, ഊരിയിടുക ABS-ന്റെ. അപ്പൊ അത് ഈ പക്ഷെ ഒപ്പിക്കണം ഇവനെ. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഫ്രണ്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട്, വലിയ തിരക്കെന്ന് പറയാനായിട്ടില്ല. പക്ഷെ ഇതാട്ടോ വിഷയം, ഇവരുടെ ട്രാഫിക് അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. മഹാരാഷ്ട്ര ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ എങ്ങനെ അവർ എറിഞ്ഞു പിടിക്കാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് വേറൊരു കേസുണ്ട്. നമ്മളെങ്ങാനും ഇവിടെ നിർത്താതെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇവര് മറ്റേ ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് തോന്നിയത് ഓൺലൈൻ അടിച്ചു. അങ്ങനെ കുറെ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. 25,000-30,000 കിട്ടിയ ആൾക്കാരുണ്ടല്ലോ ഇവര് കാരണം. ഇങ്ങോട്ട് വരാൻ നേരത്തെ റോഡ് തല്ലിപ്പൊളി എന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്രയുടെ റോഡ് ഏകദേശം എല്ലാം ഇങ്ങനെ തന്നെയാ ഇവനെ. ഇവര് വേറെ ഉണ്ടാക്കിയ ഇവരെ RTC അല്ലേ, ഇവരെ RTC കയറുന്നതും കയറാതിരിക്കുന്നതും ഇത് കേട്ടോ. ഇവിടെ കാലുകാലം കൊണ്ട് കഴിഞ്ഞാൽ സെപ്റ്റിക് ആവും. ഇഷ്ടം പോലെ കമ്പനികളുണ്ട്, പക്ഷെ അതും വലിയ ഗുണമില്ലാത്ത ബസ്സുകളാണ് കേട്ടോ വന്നേക്കുന്നത്. അതെ, ഇവിടെ റിലയൻസിന് ഗ്യാസ് ഉണ്ട്. ഇതാ റിലയൻസിന് ഗ്യാസ് പോകുന്നു. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇവര്. റിലയൻസ് ഗ്യാസ് ഗായ്സ് നോക്കിയേ. ഈ ബേക്കിലൊക്കെ ഇഷ്ടം പോലെ കമ്പനി പമ്പ് ഉണ്ട് കേട്ടോ ഭാരതിന്റെ. ഇവനെ ദിസ് ഇയർ ഫസ്റ്റ് ടോൾ ഇയർ ടോൾ മധ്യപ്രദേശ് അല്ല ഇവനെ, ഇത് MH ഇവിടെ പൈസ ഫാസ്ട്രാക്ക്. ഈ ട്രാക്ക് കയറ്റി ഇവനെ, ട്രാക്ക് ഫ്രീ ഇങ്ങനെ സൈഡ്. ഓ ഗായ്സ്, നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ട്രാക്കിനകത്ത് നമ്മൾ കയറ്റാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ട്രാക്കിനകത്ത് കയറ്റാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒന്ന് ആ മോളിലോട്ട് പോവാം. മേളിന്ന് ഷർട്ട് പോകണം, അതുകൊണ്ടാ. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല് മാമന്മാർ അവിടെയാക്കി ഏറ്റവും കൂടുതൽ നിൽക്കുക. നമ്മൾ സൈഡിൽ കൂടെ നേരെ സൈഡിൽ കൂടെ പോവാണേല് കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോ പോകുന്ന 4 വരി കൂടെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മള് എന്തിലേക്ക് കയറൂല, 2 വരി പാതയിലോട്ട് കയറും. അവിടെയാണ് 79 കിലോമീറ്റർ ഓടിക്കുന്നതിലാണ് ഇതിന്റെ മിടുക്കിരിക്കുന്നത്. എപ്പം നമ്മളെ ട്രൗസർ കയറുമില്ല എന്നുള്ള അറിയത്തില്ല കേട്ടോ. 2 വരി പാത ഭയങ്കര പ്രശ്നമാണ്, 4 വരി പ്രശ്നമില്ല. പിന്നെ കോഴി അതെ 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 അതെ. ദുകാനമേ മറ്റേ സീറ്റ് ഉണ്ട്, അതുപോലെ ഡെസ്ക് ഉണ്ട്. आपका चाहिए अभी खाना है नहीं है ना? चाय नहीं चाहिए आपको, रोटी चाहिए? रोटी अभी नहीं चाहिए, नाइट में खाएगा अच्छा है ना, नो स्लीपिंग है, अभी खाएगा नो प्रॉब्लम. ഈ കടയിലാണെങ്കിൽ ധാരാളമായിട്ട് ജനങ്ങളും ഉണ്ട്, ധാരാളമായിട്ട് നമുക്ക് കഴിക്കാം. ഈ കാണുന്ന കടയിലാട്ടോ ഞങ്ങൾ വലിയ പൈസ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന സാധനം കൊണ്ട് തന്നു ഓർഡർ ചെയ്തു. മെനു ഉള്ള ഓർഡറിൽ കയറണ വലിയ കുഴപ്പമില്ല. അത്യാവശ്യമല്ല ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും എന്നാടാ ഗ്ലാസ് ഗ്ലാസിനൊന്നും വലിയ വൃത്തിയൊന്നും അതൊന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു. അത്യാവശ്യം സെറ്റപ്പുള്ള ഹോട്ടലിൽ കയറുന്നത് നല്ലേ. അവിടെ നമ്മളെ പറ്റിക്കല്ലോ. കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. സാധനം ഓർഡർ ചെയ്ത് ഇനി കഴിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോവാം, അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇനി നമുക്ക് 2 ദിവസം കൂടി 1000 കിലോമീറ്റർ ഉണ്ട് ഓടി പിടിക്കണം. ഇന്നലത്തെ പോലെ ഉറങ്ങാതെ ഓടുവാണെങ്കിൽ നമുക്കൊരു 1200 കിലോമീറ്റർ ഇന്ന് ഓടി പിടിക്കാം. നോക്കൂ, ഫൈനലി റൊട്ടി വന്നു. ഞങ്ങൾ ചിക്കൻ 65 പറഞ്ഞപ്പം ചിക്കൻ ചില്ലി വന്നു. ദാൽ ഫ്രൈ അടിപൊളിയാണ്. ഒരു കുറ്റി ദാൽ ഫ്രൈ കിട്ടി. പിന്നെ ഇതാണ് ചിക്കൻ മസാല. ഇത്ര സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഇതും അതും വലിയ കുഴപ്പമില്ലോ. പരിപ്പല്ല കോപ്പാതെ, ഇത് പരിപ്പ് തൈര്. ദാൽ ഫ്രൈ മസാല കേട്ടോ. മസാല ഇവിടുത്തെ രീതിയാ. അത് എന്തെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് പൊളിയായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു നമ്മള് മറ്റേത് വാങ്ങിയിട്ട് തൈരും ഈ കാണുന്ന ഡാലും കൂടി മിക്സ് ചെയ്ത് അടിപൊളിയാം. ഇത് സൂപ്പർ സാധനം കേട്ടോ. എന്തായാലും ഇനി കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് കാണാതെ. ഫൈനലി ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ മുന്നോട്ട് പോകല്ലേ. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ഇടപെടലായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിയാണ്. പ്ലേറ്റും ഗ്ലാസും മാത്രമേ വൃത്തിയില്ലാത്തുണ്ടായിരുന്നുള്ളൂ, അല്ലേ? ബാക്കിയൊക്കെ വൃത്തിയല്ലേ. ഇങ്ങോട്ടേക്ക് നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ദേശി പിടിക്കാതെ കേട്ടോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചൂട് പോലെയല്ല, തണുപ്പ് പോലെയല്ല. അത്യാവശ്യം നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നാളെ രാവിലെ ആകുമ്പോഴത്തേനും എത്തുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവരെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇവിടുന്നൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് നാളെ, എനിക്ക് തോന്നുന്നത് നാളെ രാവിലെ അല്ലെ നാളെ രാത്രി. നാളെ രാവിലെ എത്തൂല, നാളെ രാത്രി നമ്മൾ എത്തുള്ളൂ. അത് ഉറപ്പ് 100% ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്ത് അതേ റോഡിൽ കൂടെ തന്നെ നമ്മൾ വീണ്ടും വണ്ടി ഓടിക്കാമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള റോഡില്ല. എപ്പോഴും ബൈക്കുകാരെ ഇതുപോലെ ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഹൈവേ എത്തുന്നോളം വരെ നമുക്കൊരു 90 കിലോമീറ്റർ ഹൈവേ
എന്റെ പൊന്നെ, ഇവരൊന്നും നോക്കൂല. അടുത്തുനിന്ന് വരുമ്പോ ഒരു വെട്ടീര, അത് എങ്ങോട്ടാന്നൊന്നും ഇവര് നോക്കൂല. അപ്പൊ 90 കിലോമീറ്റർ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ റോഡുണ്ട് അല്ലെ ഇവരെ? ഇത് ഒറ്റ വരിയോ? 79 കിലോമീറ്റർ സിംഗിൾ വേ. ആ, പിന്നെ നമ്മൾ നേരെ എക്സ്പ്രസ് റോഡിൽ കയറും. അതായത് മുംബൈ ബാംഗ്ലൂർ എക്സ്പ്രസ് എന്തോ കച്ചവടം ഇവിടെ അതാണ് പട്ടാണിക്കടല. എന്നാ ചെറുകടല, എന്തോ ഒരു കടലയോ പച്ചക്കുള്ള സാധനം. അത് മറ്റേ വേവിച്ചിട്ട് കൊടുക്കും, പുഴുങ്ങി കൊടുക്കും. ഇഷ്ടംപോലെ ആൾക്കാരെ ധാരാളമായി മേടിക്കാനും ഉണ്ടല്ലോ ഇവനെ. ഇതൊന്നൊന്നുമല്ല വണ്ടി. ഞാൻ ഇന്നലെ ഒരു വണ്ടി കണ്ട, എന്റെ പൊന്നെ, അതിനകത്ത് സ്പീക്കറിന് ഓക്കലടിക്കുന്ന അടി. ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് തിരക്കായല്ലോ. അന്നപ്പോ രണ്ടുപേരും ഇപ്പൊ അതിനകത്ത് കേറുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. ഇത് MH വണ്ടിയാ, പിന്നെ തമിഴ് വണ്ടി അല്ലത്. ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അത് മിക്കവാറും ഓപ്പൺ ആവും, പക്ഷെ മിക്കവാറും അത് പൂട്ടാനാ ചാൻസ്. അതൊന്നും ഇല്ലല്ലോ ഇവനെ, പൂട്ടിയിട്ട പമ്പാന്ന് തോന്നുന്നത്, കച്ചവടം ഇല്ലാതെ. പിന്നെ എനിക്ക് തോന്നിയത് എന്തോ വലിയ എന്തോ കമ്പനിയുടെ എന്തോ സാധനമാണെന്നാ തോന്നിയത്. ആ, ഇവനെ ഫ്രണ്ടിലത് നോക്കിയേ, എത്ര കിലോമീറ്റർ അവന് ഇത് കിടക്കുന്നതെന്ന് നോക്കിയേ. ഇതെന്താന്ന് ചോദിച്ചാൽ എന്താ? എനിക്ക് മനസ്സിലായി. ഇംഗ്ലീഷ് അയക്കാൻ നിനക്കല്ലേ അറിയത്തുള്ളൂ, പറയാവനെ. എന്നാ ഇത്? ഇതെല്ലാം വലിയൊന്നും അല്ല, ഇതാണ് സാധനം. എന്തെങ്കിലും മെഡിസിൻ ഓയിലാ? മതി, ഇതായിരിക്കും. എവിടെ കാര്യം എന്താന്ന് വെച്ചാൽ കുക്കിംഗ് ഓയിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഈ സാധനം കാണാട്ടോ. കാര്യം എന്താന്ന് വെച്ചാല് അത് കേന്ദ്ര സർക്കാർ വെറുതെ കൊടുക്കുന്ന ഓരോ സംസ്ഥാന. കാളവണ്ടി ഉറങ്ങുമോ ഇവനെ? കാളവണ്ടിക്കാരെല്ലാം കാളവണ്ടിക്കാരും വന്ന് നമ്മള് കൃഷിപ്പാടത്തിന്റെ ഒക്കെ ഇടയിൽ കൂടെ അല്ലേ ഇതിനും പോകുന്നത്. അത്യാവശ്യം വണ്ടികൾ ഓടുന്ന റോഡും. ഇവനെ വേറെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, എല്ലാം കരിമ്പ് വിളവെടുക്കുന്ന സമയം. ഇവിടെ എല്ലാം വിളവെടുപ്പിന്റെ സമയത്ത് കരിമ്പ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ചെറുപയർ, ബീൻസ്, അങ്ങനെയുള്ള എല്ലാ തരം സംഭവങ്ങളും വിളവെടുക്കുന്ന സമയമാണ് ഈ സമയം. ആ സമയം എത്രയാണ് ഫാക്ടറി? എല്ലാരും വലിയ വലിയ മീനെ പിടിക്കുന്നുണ്ട്. അത് നോക്കിയവനെ ചേട്ടന്മാരൊക്കെ അപ്പുറത്തെ സൈഡ് കേട്ടോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പുറത്തെ സൈഡ് മീനൊന്നും കിട്ടുന്നത്, എല്ലാരും നോക്കി നിൽക്കുന്നുള്ളൂ. ഇവിടെ ഒരു വണ്ടിന്റെ അകത്ത് ടാറ്റർ, ഇവിടെ ടാറ്ററിന്റെ അകത്ത് കയറിയേക്കുന്നുണ്ട്. വണ്ടിയിൽ നമ്മൾ ഈ തായ്ലൻഡ് ഒക്കെ രണ്ട് കണ്ടെയ്നർ അടുപ്പിച്ചിട്ട് ലോറി കൊണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ 2 ടാറ്റർ ഇതേപോലെ അടുപ്പിക്കും. പഞ്ചസാര നിർമ്മാണ കമ്പനികളിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാ ദൈവം, ഇവര് രണ്ടുപേരും കൂടെ റോഡ് ബ്ലോക്ക് ആക്കുവാണല്ലോ. ഇത്ര സ്പീഡിലേ പോവുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് 30 കിലോമീറ്റർ സ്പീഡിലേ അതിനെ പോവുള്ളൂ. ഇതൊരാള്, ഇത് ചോളം. അവരെ കാറ് മെഴുകേറ്റ് വെച്ചാൽ ഞങ്ങൾ എടുത്ത് കിട്ടിയായിരുന്നു, ഞങ്ങള് പൊളിച്ചാനെ അല്ലേ. പള്ളിപ്പള്ളി റോഡിനും ടോള് ഇവന് അടിപൊളി. KETI എന്തോ ടോളാ കേട്ടോ. ഐ ലിമിറ്റഡ്. ഐ വന്ന് ലിമിറ്റഡ് എന്ന് പറയപ്പായിരുന്നു. പിന്നെ ഇവിടെ വണ്ടിയില്ല, ഇവിടെ ഫാസ്ട്രാക്ക് ഇല്ല, പൈസ വേണം. ഉണ്ട് ഫാസ്ട്രാക്ക് ഇതല്ലേ, വേണ്ട അടിച്ചു വിട്ടോളൂ. ചെറിയ ടോളേ ഉള്ളൂ, 100 രൂപ. എന്റെ പോണി, ഈ റോഡിന് 100 രൂപയോ? അവിടെ ഏറ്റവും നല്ല റോഡിന് 60 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 100 രൂപ. ഇന്ത്യയിലെ എല്ലാ റോഡുകളിലും ഇത് കണ്ടേ നമുക്ക് യാത്ര ചെയ്യാം. പണ്ട് എങ്ങനെയാണോ അന്ന് അതേപോലെയാണ് ഇപ്പൊ ഡെലിവറി. പക്ഷെ പണ്ട് പക്ഷെ ബിആറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മേഘാലയ പോയി കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് എന്നാ പറയാ ഇച്ചിരി റിസ്കി ഏരിയകളിലൊക്കെ വണ്ടികളുണ്ട്. അതായത് നാഗാലാൻഡ് അങ്ങനെയൊക്കെ. മണിപ്പൂര്, ഇവരുടെ വണ്ടി ഹൈവേ ടു ഹൈവേ. ആ കാര്യത്തിൽ എബിൻ പറഞ്ഞ പോലെ ബിആറിലാണ് നല്ലത്. ബിആറിൽ പിന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നിന്നും കാണാം TN വണ്ടി. ഇവരുടെ വണ്ടി ഉണ്ട്, പക്ഷെ ഇന്നവരെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് ശരിയാട്ടോ പറഞ്ഞ. നാഗാലാൻഡ്, മണിപ്പൂർ അങ്ങനത്തെ ഭാഗങ്ങളിലൊന്നും ഇവരുടെ വണ്ടി എത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓ ഗൈസ്, വന്ന് ഞങ്ങൾ ഏതോ ടൗണിലെത്തി കേട്ടോ. ടൗണിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാനുള്ളവര്, നല്ല ആളുണ്ട്. ഒരു ലോറിയിൽ സാധനം കൊണ്ടുവന്ന് നോക്കിയാൽ മോഡിയലും ഇപ്പുറത്തോട്ട് 2 വണ്ടിക്ക് കൊണ്ടുവന്ന രീതിയിൽ അവന്മാര് കൊണ്ടുവന്നത്. അപകട രീതിയിലല്ല. ഇതൊക്കെ ഇവിടെ പോലീസുകാർ പിടിക്കാനില്ല ഇവരെ. ഒന്നും ചെയ്യില്ല. എവിടെ ഇതിനൊക്കെ ലോറിക്ക് മറ്റേ ഇതുണ്ടല്ലോ, ഇവിടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിനകത്ത് താഴെക്കൂടെ ഇവര് മേടിക്കാതെ ഓടിക്കും പോകുന്ന ഓടിക്കല്ല. ഇത് കണ്ടോ, ഇതേപോലെ ഭീമാകാരനായ കരിമ്പ് വണ്ടികളല്ലേടാ. ഇതെല്ലാം പഞ്ചസാര ഉണ്ടാകുന്ന ഫാക്ടറിക്ക് പോകുന്നത്. എത്രയാണോ എവിടെ. വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചോ, ഇതെല്ലാം ഓവർലോഡാ. അതെ ഗൈസ്, തൊട്ട് അപ്പുറം ഇപ്പുറം മൊത്തം മല. എവിടെ ഇത് കൊങ്കമ്പാതയാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നു.
അല്ലേ ആ ഭാഗത്തൂടെയാ നമുക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ കൊങ്കൺ പാതയാണ് എന്ത് രസമായിരിക്കും അതിലെ പോകുന്നത്. നല്ല അടിപൊളി തണുപ്പുമായിരിക്കും. ഇന്ത്യയിൽ ഏതൊക്കെ ടവർ കമ്പനി ഉണ്ടോ അതിന്റെ എല്ലാം ടവർ ഇവിടെ ഉണ്ട്. ഇവര് 1, 2, 3, 4, 5 ടവർ ഇവിടെ ഉള്ളത്. ആ ഇവരെ അല്ല ഇവരെ നമ്മൾ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ട് ഈ റോഡ്. ഇതേ അത് തന്നെ നമ്മളെ ഇതേതാ റൂട്ടിൽ ഞാൻ പറഞ്ഞുതരാം. ഇതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊങ്കൺ പാതയാണ്. ആ പാത തന്നെയാണിത്. എനിക്ക് തോന്നുന്നു 79 കിലോമീറ്റർ ഇതേപോലെ നമ്മളിപ്പോണ്ടല്ലോ ഒരു ഹെയർ പിന്ന് പോലെ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവൻ പറയുന്നത് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുള്ള ഇവനെ നമ്മൾ ഇതിലായിട്ട് നേരെ ഫ്രണ്ടിലേക്ക്. നിനക്ക് ഓർക്കുന്നുണ്ടോ നമ്മൾ ഇവിടെയൊക്കെ നിർത്തി ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വലിയ കുഴി പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങള്. ഈ മഹാരാഷ്ട്രയുടെ റോഡിന് മെയിൻ്റെനൻസ് ഇല്ല. ഇവിടെ നീ ശ്രദ്ധിച്ചോ? വെറുതെ എല്ലാം പാച്ച് ചെയ്ത് വെറുതെ ഇട്ടേക്കോ. അല്ലാത്ത റോഡ് വെറുതെ കുടി ഷിരഡിയിലെത്തി നമ്മള്. ഷിരഡി നേരത്തെ വന്നിട്ടുണ്ട് നമ്മള് അല്ലേ? നമ്മൾ ഈ റൂട്ടിൽ നേരത്തെ വന്നിട്ടില്ലേ? ഫ്രണ്ടിലോട്ടുള്ള ബ്ലോക്ക് നോക്കി കാറ് കട ഇഷ്ടം പോലെ. അങ്ങോട്ട് ചേറി ചെന്ന് നമുക്ക് കാറേണ്ടി വരും. കാരണം നമുക്ക് നേരെ പോയേക്കാം. നോക്കൂ, ഇനി നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന 1 ലൈനിലേക്കാട്ടോ. 1 ലൈന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമില്ല. നമ്മൾ പിന്നെ 1 ലൈനിൽ കൂടെ 4 ലൈനിലേക്ക് ചെന്ന് കയറും കേട്ടോ. അല്ലേടാ? പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചാ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ബ്ലോക്ക് നോക്കിയേ. 4 കിലോമീറ്റർ ബ്ലോക്ക് ആയിരിക്കും. ഇല്ല ബൈക്കിനുണ്ട്. ചെളി ഇറക്കിയായിരിക്കാനാ? ഇല്ല. ഫൈനലി നമ്മളങ്ങനെ 2 വരിപ്പാതയിലെത്തി. ഇവിടുന്ന് 58 കിലോമീറ്റർ ആണ് നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് ഇവിടെ നമുക്ക് 58 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് നിർത്തിയാൽ മതി അല്ലേ? അത്യാവശ്യം എല്ലാ വണ്ടികളും ഈ റൂട്ടിൽ കൂടെ ഉണ്ട്. ഷിരഡി റൂട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും തോന്നുന്നത് ഷിരഡി റൂട്ടാണ് എനിക്കും തോന്നുന്നത്. അതെനിക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ ഷിരഡിക്ക് നമ്മൾ പോയത് 1 വേ റൂട്ടിലായിരുന്നു. അതാ ഞാൻ പറയാം ഇങ്ങനെ മാറ്റി കയറ്റി വിടുകയല്ലേ. ട്രെയിൻ പോയി ഇപ്പൊ നമുക്ക് ഇത് ഗംഗാടിച്ചാലോ? ഇവനെ ഓറഞ്ച് തോട്ടം കണ്ടോ? ഓറഞ്ച് ഇത് മുന്തിരി, ഇത് ഓറഞ്ച്. ഇത് മുന്തിരി കണ്ട ആരും പറിക്കാതിരിക്കാൻ കെട്ടിയിട്ടാക്കുന്നുണ്ടോ തുണിയും കൊണ്ട്? ഓ ഗായ്സ് ഞങ്ങളുടെ നിരീക്ഷനെ കണ്ണു വെച്ച് നോക്കട്ടെ. തുറന്നോ തുറന്നോനെ? ഇല്ലല്ലേ? അതിലില്ല. ഞാൻ ഗേറ്റ് തുറന്നോ ഇല്ലയോന്നാ നോക്കുന്നത്. ഗേറ്റ് തുറന്നിട്ടില്ല. ഫൈനലി അങ്ങനെ തുറന്നു കേട്ടോ. ഇതാ ഗേറ്റ് തുറന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുന്നുണ്ട്. ഇനി നമ്മുടെ ട്രാക്കും കാലിയാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് ലോറി ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആകട്ടെ. ഇപ്പൊ കരിമ്പ് വണ്ടി അവൻ കൈ കൊണ്ട് എന്തോ കാണിച്ച പോലെ ഒരു തോന്നല്. ജിയോടി ഇപ്പൊ വരുന്നുണ്ടല്ലോ. ഇവനെ ഓപ്പൺ ആയിട്ടില്ല. ഫൈനലി ഞങ്ങളുടെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജിയോ പമ്പിനോട് വിട. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ വണ്ടി നിർത്തിയിട്ടൊക്കെ എഡിറ്റിംഗും കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഇനിയിപ്പോ കാരണം പറഞ്ഞു ഫ്രണ്ടിലേക്ക് പോവാട്ടോ. പോയേക്കാം. ഇനി നമുക്ക് 18 മണിക്കൂറെങ്ങാണ്ട് വേണം നാട്ടിലോട്ട്. 18 മണിക്കൂർ എന്ന് വെച്ചാൽ 3 മണിക്കൂർ നടക്കാനും ഉറങ്ങാനും പിന്നെ പോയിട്ട് 2-3 മണിക്കൂർ ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ. ഇനി ഒരു 24 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും അല്ലേ? ടെസ്റ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും. ഇല്ല വണ്ടി കൊണ്ട് പോകാൻ എത്ര വണ്ടി വരെ പോകുന്നത്? ലോറിയും പോകുന്നുണ്ട്, അതേപോലെ തന്നെ കുതിരേന്റെ അതും വലിച്ചോണ്ട് പോകുന്നുണ്ട്. അതാണ് സംഭവം. മനസ്സിലായോ? പിന്നെ എവിടെ എനിക്ക് തോന്നുന്നു ടാറ്റനേക്കാളും പൈസ കുറവാന്ന് തോന്നുന്നു. ഇതിനേക്കാളും പൈസ കുറവാന്ന് തോന്നുന്നു അതിന്. എവിടെ ബോംബെ ആ വണ്ടി പോകുന്ന കണ്ടിട്ട് സങ്കടം. നാഗ്പൂരിന്നാ ബോംബെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നത് ഇൻഡിക്കേറ്റർ പോലും ഇടാതെ പറക്കുവാണല്ലോ. മറ്റേ വണ്ടി ഉണ്ടായിരുന്നവനെ. ഈ വണ്ടി ഭയങ്കര ഇതാട്ടോ. ബേക്ക് നമുക്ക് സിഗ്നൽ ഒരു കാര്യമില്ല. നമുക്ക് അടുത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ. കരിമ്പ് വണ്ടി മൊത്തം സാധനങ്ങള് മറിഞ്ഞിരിക്കും അല്ലേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ. ടൂറിസ്റ്റ് ബസ് ആട്ടോ. ബസ് കട്ട് ചെയ്ത് പോകുന്ന പോക്ക് വാങ്ങിക്കതിനെ 100 ആയിരിക്കും വണ്ടി. അതിൻ്റെ അകത്ത് ആൾക്കാർ അതിൻ്റെ അകത്താണ് ആൾക്കാർ ഏറ്റി നിന്നിട്ട് ഡാൻസ് കളിക്കുവാ. എന്നിട്ട് അവൻ അങ്ങനെ പോകുന്ന പോക്ക്. നമ്മളിപ്പോ എത്രയാ? നമ്മൾ 60 അപ്പൊ 100 രൂപയ്ക്ക് ഉറപ്പാ. ഡിജെ വണ്ടി അല്ലേ? ഡിജെ വണ്ടി അല്ലേ ഇവരെ? അത് വേറെ എന്തോ വണ്ടിയാ അത് അല്ലേ?
ഓ ഗായ്സ് ഈ റോഡിലും ടോളാ ഇവനെ സമ്മതിക്കണം കേട്ടോ. ഇവര് അപ്പുറത്തെ ട്രാക്ക് മൂലയെ ട്രാക്ക് അല്ല മൂലയുടെ ട്രാക്ക് ആളില്ല. ആ എന്നാ നമുക്ക് ഈ ട്രാക്ക് കൂടെ തന്നെ ക്ലോസ് ആട്ടോ. ഇല്ല ഇന്ന് അവര് ചിന്തിച്ചിട്ടില്ല ഇവനെ, ഇന്ന് ചിന്തിച്ചിട്ടില്ല, പോയതാ. പിന്നെ അവിടെ എങ്ങനെ സെക്യൂരിറ്റിമാര് വരുന്നത്? ഇങ്ങോട്ട് വരാൻ നേരത്തെ റെയിൽവേ ക്രോസ് ഉണ്ട് അതിന് ഇഷ്ടം പോലെ. എന്താ റെയിൽവേ മേലില്ല, റെയിൽവേ ക്രോസ് അല്ല, റെയിൽവേ മേലിൽ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ള ഡിവൈഡർ ആണ് മൊത്തം. നാലിക്കൂടെ. അത് കാരണം ഇവിടുന്ന് വണ്ടി ചവിട്ടി പിന്നെ മേൽപ്പാലം എന്തൊക്കെയോ വരുന്നുണ്ട്. കാരണം വണ്ടി ചവിട്ടി വളരെ സ്ലോ ആയിട്ട് എവിടെയെങ്കിലും അങ്ങ് പോകുന്നത്. ഗായ്സ് ഇവിടെ സീസൺ ആയതുകൊണ്ട് ഈ വണ്ടി ഉള്ളത് കാരണം, കരിമ്പൻ വണ്ടി ഉള്ള കാരണം റോഡ് മൊത്തം ബ്ലോക്ക് ആട്ടോ. ഇതുണ്ടോ, ഞാൻ ആ ട്രാക്കിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ മറ്റേ ഇത് കയറും. ഇഷ്ടം പോലെ വണ്ടി ബ്ലോക്കിൽ കിടപ്പുണ്ട്. നമ്മളെന്നപ്പം ഏകദേശം അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ലെന്ന്. ഇവർക്ക് ഒരു ട്രാക്കിൽ പിടിച്ചു പോകണം കുഴപ്പമില്ല കേട്ടോ. ഇവരെ ബ്ലോക്ക് എന്താന്ന് വെച്ചാൽ ഇതേ വണ്ടി അപ്പുറത്തെ ട്രാക്കിൽ കിടപ്പുണ്ട്. ഇതിനെ നേരെ ട്രാക്കി നമ്മൾ പോകുന്ന ട്രാക്ക് കിടപ്പുണ്ട്. അതാണ് ഇത്ര ഇത് ബ്ലോക്ക് വരുന്നത്. അല്ല അവര് പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ. അവർക്ക് ഇനി ആ സാധനം ഇവനെ ഇവർക്ക് ട്രിപ്പിനല്ലേ പൈസ. ഇവനെ എന്നാ വലിയ സാധനം ട്രിപ്പിനല്ലേ പൈസ. അപ്പൊ 4-5 ട്രിപ്പ് അടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പോകുന്നത്. ഫൈനലി അങ്ങനെ നമ്മൾ വേറെ റൂട്ടിൽ കയറിയല്ലേ ഇവനെ. ഈ റോഡിന്റെ പേരെന്നാ ഇല്ല, പക്ഷെ ഒരു എബിനെ ഇവിടെ ഇങ്ങനത്തെ റോഡിന് 200 കിലോമീറ്റർ ഇങ്ങനത്തെ വഴിയുണ്ട്. അതല്ല 5 മണിക്കൂർ പറയുന്നേ. ഓ ഗൈസ് വേറെ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേനും വണ്ടി ഇച്ചിരി ഒതുങ്ങും കേട്ടോ. അന്നപ്പം നമുക്ക് അത്യാവശ്യം പാഞ്ഞടിച്ച് പോകാൻ പറ്റും. ഈ സമയങ്ങളിൽ വളരെ സ്ലോ ആയിട്ട് നോക്കിയാൽ പോകാൻ പാടില്ല. 2 ദിവസം. വേറെ കാര്യമുണ്ട് ഇവരെ ഈ ബാത്റൂമിൽ പോകാൻ വേണ്ടി ചില സമയത്ത് രാത്രി ഇവർ റോഡിന്റെ സൈഡിൽ ഇരിക്കും. അത് നമുക്ക് കാണാൻ പറ്റൂല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഓ ഗായ്സ് ഞങ്ങള് രക്ഷപ്പെട്ടെന്നാ കേട്ടോ തോന്നുന്നേ. കാര്യം എന്താന്ന് വെച്ചാൽ 4 രൂപയാണല്ലോ കാണുന്നേ. ആണോ? വീട് നമ്മൾ ചതിക്കപ്പെട്ടല്ലോ ഇവനെ. ഗായ്സ് അവസാനം നമ്മളെ കയറ്റി വിട്ട റോഡ് നോക്കിയാൽ വളരെ ചെറിയായിട്ടുള്ള റോഡല്ലേ. ഇതിലും ചെറുതായി നമ്മൾ പോകുന്നപ്പം. അതായിരിക്കും ഇപ്പോഴും ശരിക്കും വരുന്നത് ഈ ചെറിയ റോഡിന്റെ അത് കയറ്റി വിടുമ്പോ. ഇത് പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ. മറ്റേന്ന് വെച്ചാൽ ഒട്ടും ഇല്ലായിരുന്നു. ഗായ്സ് ഏതൊക്കെയോ കാട്ടിക്കൂടെ ഒക്കെ നമ്മളെ കയറ്റി വിടുന്നുണ്ടല്ലോ ഇവന്. വേറെ കാര്യമുണ്ട് ഇവനെ. ലോറി മറ്റേ വെളിച്ചമുള്ളതാണ് കുഴപ്പമില്ല. മിഞ്ഞാത്തോലൊന്നും സംഭവിക്കൂല. മിഞ്ഞാത്തോലത്തെ റൂട്ടിനകത്ത് ചമ്മത്തി കേറൂല കേട്ടോ. കേറിയാൽ തന്നെ പകല് കേറുള്ളൂ. കല്ല് വെച്ചാ നമ്മളെ പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളെ നോക്കി അവിടെ മാമന്മാര് നിക്കുന്നുണ്ടാവും. ലോറി റൂട്ടല്ലേ, ചാകര റൂട്ടാണിത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനത്തെ വണ്ടികളുള്ള കാരണം നമ്മള് ലോങ്ങിന്ന് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ ഇവനെ. പിന്നെ വേറെ കാര്യമുണ്ട്, അതിനകത്ത് കരിമ്പ് ഇങ്ങനെ കുത്തി ഇങ്ങനെ നമ്മുടെ റോഡിന്റെ സൈഡിലോട്ട് നിൽക്കുന്നുണ്ട്. ഓ ഗൈസ് അങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഗൈസ്. എന്നാ സംഭവം ഇത് കണ്ടോ, ആ മുന്നിൽ പോകുന്ന വണ്ടി നമുക്ക് കാണാനില്ല. പിന്നെ ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ട് കമ്പ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഹൈവേ ഉണ്ടായാലും കുഴപ്പമില്ല. ഇവനെ ഈ ഒറ്റ വരിനകത്ത് എന്നാ ചെയ്യാൻ ഹൈവേ കയറാൻ വേണ്ടി പോകട്ടോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എവിടെ കയറില്ല പിന്നെ ഹൈവേ കയറും. അങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പോകും കേട്ടോ. എന്താ പൊന്നെ, എത്ര നേരമായി 5-6 മണിക്കൂറായിട്ടോ നമ്മൾ ആ റോഡിൽ കിടന്നിട്ട് തത്തത്തെ വെക്കുന്നേ. കഴിഞ്ഞ കുറേ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ഒടുവിൽ എവിടെ ഈ റോഡ് ഡാറ്റയില്ല മുംബൈക്കാ. നേരെ തിരിഞ്ഞു പോവാണ് ബോംബെ, നേരെ പോവാണ് ബംഗളൂരു. ഗായ്സ് അപ്പൊ ഞാൻ പറയുന്ന റോഡിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലായില്ല, നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുംബൈ, ഇങ്ങോട്ട് പോയാൽ ബാംഗ്ലൂരു. ഗായ്സ് നോക്കൂ, ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ പോകുന്ന ബസ് മഹാരാഷ്ട്രയുടെ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് കേട്ടോ. ഇത് പിള്ളേരെ കൂടി ഇപ്പൊ ടൂർ പോകുന്നതാണ്. 2 ബസ് ഉണ്ട് ഇതേപോലത്തെ. ഇതേപോലെ ഇപ്പൊ കർണാടകയിലും ഉണ്ടല്ലോ. അത് ഇഷ്ടം പോലെ ഇപ്പൊ ഗവൺമെന്റ് വണ്ടികളും ടൂറിസ്റ്റായി മാറുന്നുണ്ട് ഇവര്. ഇല്ലാത്ത എങ്ങനെയാണ് കയറി ഇവിടെ ടൂർ പോകുന്നതെന്നാ മനസ്സിലാകാത്ത. നോക്കിയ കുട്ടികളെ കൊണ്ട് ടൂർ പോകുന്ന ബസ് സർക്കാരിന്റെ മഹാരാഷ്ട്രയിലടാ. മഹാരാഷ്ട്രയുടെ എത്രാമത്തെ വണ്ടിയാ? 4-ാമത്തെ വണ്ടിയും കണ്ടാണ്. ഇതുണ്ടോ വണ്ടി പോണത്. അതിനകത്ത് പാട്ട് വെച്ച് കിട്ടുന്നുണ്ട്. സെറ്റിക്കാകെ നോക്കണം കേട്ടോ. അതാ ലൈറ്റ് ഓഫ് ആക്കി വീഡിയോ എടുക്കുന്നുണ്ട്. ലൈറ്റ് ഓഫായി പോയതായിരിക്കും അല്ലേ. ഇതാ മൊത്തം അതെ കേട്ടോ. ഇവിടെ തക്കാളിപ്പട്ടിക്ക് ഗോദ്രജിന്റെ പൂട്ടടിച്ചു പോലത്തെ വണ്ടിയാണ് അവനെ ടൂർ പോകുന്ന വണ്ടി. എബിനെ ഇതിന്റെ അകത്ത് ഓട്ടോ അടിക്കാനായിട്ട് മൊത്തം പെയിന്റ് വാരി പൊത്തിയാക്കും. അത് മഹാരാഷ്ട്ര ഇവിടെയല്ലേ, സൈഡിലല്ലേ. എബിനെ ഈ സൈഡിലാ. പക്ഷെ ഇപ്പൊ കർണാടകത്തിന് വരും. കർണാടകത്തിന് യാതൊരു കുഴപ്പമില്ല. എവിടെ ഇവരെ ഈ സൈഡ് ഇതല്ലേ തുറന്നിട്ടില്ല. പിന്നെ തുറന്നിട്ടില്ല. കുഴപ്പം
തുറന്നില്ല. ഇത് തുറക്കാത്തോണ്ട് സൗകര്യത്തോടെ എവിടെ തുറന്നത് ഇപ്പൊ കല്ലിട്ടാനെ. ആ ഇതല്ലേ ഇതിപ്പോ നമ്മള് കഴിഞ്ഞ വർഷം വന്നപ്പോ നമ്മളിത് കണ്ടല്ലേ ഇവനെ. ഇതിപ്പോ എത്ര കൊല്ലമായി കാണും. പിന്നെ തുറന്നിട്ടില്ലെന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. മഹാരാഷ്ട്രയുടെ ലാസ്റ്റ് ടോളാട്ടോ ഇവനെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കർണാടകയാണ്. കർണാടക എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. ഇതേപോലെ റോഡ് സൈഡിൽ തന്നെ. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ പ്രൈവറ്റ് ഗാഡികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഹൈവേകൾ സഞ്ചരിക്കാം. ഇതേപോലെ വലിയ വലിയ ട്രക്കുകളാണ് വെയിറ്റേജ് ചെക്ക് ചെയ്ത് ഇവർ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതെന്നെ സംബന്ധിച്ചാൽ മൊത്തത്തിൽ റോഡ് അടിച്ചിട്ട് എല്ലാവരും കൂടെ അവരെ അവിടെ കയറ്റും 500 രൂപ വെച്ച് മേടിക്കും വിടും. നമ്മുടെ വണ്ടിക്കൊക്കെ 15,000 ചോദിക്കണം. അതായത് നമ്മളോട് ചോദിക്കുന്ന വെച്ചിട്ട് ഡബിൾ ടാക്സ്. നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാണ്. വേറെ മാർഗമൊന്നും. ഇനി കർണാടക ഒരെണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞു അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് റോഡ് പണിയാട്ടോ. പക്ഷെ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇത് കിടക്കാച്ച റോഡായിരുന്നല്ലോ. പക്ഷെ 8 മാസം മുമ്പ് പോകാൻ നേരത്തെ ഇവിടെ ഈ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. നല്ല അടിപൊളി റോഡും ആയിരുന്നു. ഇത് പുതിയ റോഡ് വരുവാന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്ന എക്സ്പ്രസ് റോഡ് ഇല്ലേ, അത് ചിലപ്പോൾ കൂട്ടി വയ്പ്പിക്കുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന ആ കാണുന്ന ലോറി സ്റ്റോപ്പ് ചെയ്താക്കുന്ന അത് കർണാടകത്തിന്റെ ചെക്ക് പോസ്റ്റ്. ഈ വണ്ടിക്കാരൊക്കെ എന്നാ സ്ലോ ആക്കുന്നത്. അവിടെ എത്തുമ്പോ അടുത്ത ആ കിട്ടും. ഇതും അവിടെ പോലീസുകാർ ആദ്യമാർ നിൽക്കുന്നുണ്ട്. ആദ്യമാർ അവിടെ നിൽക്കുന്നുണ്ട്. അതല്ല, ഇതാണ് കർണാടകത്തിന്റെ ആർ ടി ഓഫീസ്. വണ്ടി എല്ലാത്തിനും പൈസ കൊടുത്താണല്ലോ പോകുന്നത്. ഇതാ തടയുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഒക്കെ അടിച്ച് നോക്കുന്ന നോക്കി. ടാറ്റ. ഓക്കെ ഇവർക്കും ഉണ്ട് കേട്ടോ തൂക്കുന്ന സാധനമൊക്കെ. ഇതാ രാവയാ. ഫൈനലി നമ്മളങ്ങനെ കർണാടക കയറി. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന കർണാടകയിൽ കൂടെയാണ്. ഇനിയിപ്പോ നമുക്ക് കർണാടകയിൽ കൂടെ സഞ്ചരിക്കാം. ഇനി നമുക്ക് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് അങ്ങനത്തെ കാര്യം ഇനി കേരളത്തിലെ കൂട്ടുവഴയിലുള്ളല്ലേ. വേറെ എവിടെ ആർ ടി ഒ ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ കാണൂല.